വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. മൈ നെയിം ഈസ് ലിജ ജോൺ. ഇന്നത്തെ വീഡിയോ കുറച്ച് പഴയ വീഡിയോ ആണ്. കുറച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഗാലറി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്ന് ഓർത്തത്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാനിപ്പം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണാം. ഹായ് എവ്രി വൺ. അപ്പം ഞാനും അമ്മയും കൂടെ ഒരു ഹൗസ് വാമിങ്ങിന് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോവാണ്. അപ്പം നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചതാണ് വലിയ നേരത്തെ. പക്ഷേ എൻ്റെ ഹെയർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ലെയർ കട്ട് ഞാൻ ചെയ്യാറുണ്ട്. അത് കാരണം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിപ്പുണ്ട്. അപ്പം നോർമലി ഇങ്ങനെ വരുമ്പോൾ ഞാൻ സെറം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കുറച്ച് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും തന്നെ അതവിടെ അടങ്ങിയിരിക്കുന്നോളും. പക്ഷേ ഇന്നെനിക്ക് ഞാൻ എത്ര ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. മാത്രമല്ല സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ പോവാണ്. അപ്പോൾ ഓക്കെ, പോവാം. നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും അവിടുത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. പക്ഷേ ആൾക്കാരൊക്കെ ഗസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് അവിടുത്തെ കിച്ചണും പിന്നെ 2 ബെഡ്റൂമും ഒരു ലിവിങ് റൂമും ഉള്ള ഒരു വീടാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടുത്തെ പ്രെയർ സെഷനും കാര്യങ്ങളൊക്കെ വളരെ ക്യൂട്ടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാനും അമ്മയും കൂടെ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഞാൻ ഹൗസ് വാമിങ്ങിനൊക്കെ പുറത്ത് പോയിട്ട് വന്നു. നല്ലപോലെ വെയിൽ കൊണ്ടിട്ടാണ് വന്ന് കയറിയത്. സോ കുറച്ച് ടയേർഡായിപ്പോയി. എനിക്ക് ഈയിടെയായിട്ട് ഞാൻ നല്ലപോലെ വെയിൽ കൊണ്ട് പെട്ടെന്ന് ക്ഷീണം വരും. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും എങ്ങനെയാണെന്നറിയാം. നമ്മൾ ലൈഫിൽ ഇടയ്ക്കൊക്കെ കുറച്ച് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ലേ. അതായത് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും എവറിത്തിങ് വെൻറ്റ് റോങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൊക്കെ വരാറില്ലേ. അപ്പം ഞാനും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് സ്മൂത്തായിട്ട് പോകുന്നില്ല. എല്ലാം നമ്മളുടെ ഒരു കോൺസെപ്റ്റിന് പുറത്തോട്ട്, നമ്മുടെ പ്ലാനിന് പുറത്തോട്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സോ അങ്ങനെ കുറച്ച് ടെൻസ്ഡ്, ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലോട്ട് സംഭവിക്കുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്ത് കാര്യത്തിനെയും ധൈര്യമായിട്ട് നേരിടാനുള്ള ഒരു കരുത്ത് കുറച്ച് നാൾ മുന്നേ ഇല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആവാൻ, നമ്മളുടെ എല്ലാ ഡൗൺ ആയി പോകുന്ന എല്ലാ സ്റ്റേജിൽ നിന്നും ഒന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്ത് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ ലൈഫിൽ കുറച്ചൊക്കെ ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാൾക്ക് അതെങ്ങനെ വരും എന്നെനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് നല്ല രീതിയിൽ വർക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എന്ത് കാര്യം നമുക്ക് അഫേം ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്നത്, ഇപ്പം നമ്മൾ എന്ത് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അത് നമുക്കത് കിട്ടി എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കുറച്ച് കീ വേർഡ്സ് നമുക്ക് ഡെയിലി ഇങ്ങനെ എഴുതി വെച്ചത് വായിക്കാം. അത് സംഭവിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ ഒരു ട്രസ്റ്റ് അവിടെ വളരെ നെസസറിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ +2 എക്സാം, അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രി എക്സാം, അല്ലെങ്കിൽ ഞാൻ PSCയുടെ എക്സാം, അല്ലെങ്കിൽ എന്ത് എക്സാം ആയിക്കോട്ടെ. സോ നമുക്കിങ്ങനെ അഫേം ചെയ്യാം, ഞാൻ ആഗ്രഹിച്ച എക്സാമിന്, അല്ലെങ്കിൽ ഞാൻ എഴുതിയ എക്സാമിന് നല്ല മാർക്കോട്ട് കൂടി പാസ്സാവാൻ പറ്റി. ഇങ്ങനെ ഒരു അഫർമേഷൻ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അഫേം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുകിൽ മനസ്സിൽ ബൈ ഹാർട്ട്, അല്ലെങ്കിൽ എഴുതിയത് ഉറക്കെ വായിക്കുക, അല്ലെങ്കിൽ പതുക്കെ വായിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഫീൽ വരും. അതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ സൈഡൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അത് ഇതിലെന്തായാലും കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്.
പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്കൊരു എനർജി കിട്ടും, നമ്മൾ അതിന് വേണ്ടി പഠിക്കും. അപ്പോൾ ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അഫർമേഷൻസ് ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ അതുവഴി നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ എല്ലാ കാര്യവും നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസൊക്കെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയെന്നൊന്നുമല്ല, അങ്ങനെ ഞാൻ അഫേം ചെയ്തപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ട് വന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഡ്രീം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു MC ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അഫർമേഷൻസ് ഒക്കെ ട്രൈ ചെയ്തു. ഇപ്പോൾ ഞാൻ 50 എബോവ് പ്രോഗ്രാംസ് ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു MC ആണ്. സോ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അത് അഫേം ചെയ്തത് കൊണ്ടൊന്നും അല്ല, ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തു, ട്രൈ ചെയ്തു, അങ്ങനെ കിട്ടിയതാണ് എന്നും പറയാം. 2 സൈഡുണ്ട്. പക്ഷേ ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലോ, നമുക്ക് മനസ്സിനൊരു പോസിറ്റിവിറ്റി കിട്ടുക എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ കൊള്ളാം, എൻ്റെ അഫർമേഷൻസ് ഒക്കെ വർക്കായി, നല്ലതാണ്, ഇത് വളരെ നല്ലൊരു കാര്യമാണ് എന്നൊക്കെ നമുക്ക് പറയാം. ലൈക്ക് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ നെഗറ്റിവിറ്റി നമ്മൾ പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയാൻ തുടങ്ങും. അതിനൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അഫർമേഷൻസ്. ഈ അഫർമേഷൻസ് എങ്ങനെ ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എനിക്ക് എൻ്റെ മൈൻഡിന് പീസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു കുഞ്ഞു ഡയറി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു ബുക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ബുക്കിൽ എൻ്റെ അഫർമേഷൻസ്, എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്ന് ഞാൻ ഫസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഈ വേണ്ടാത്തതിൻ്റെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ഞാൻ ഫസ്റ്റ് ചെയ്തു. ഓവർ തിങ്കിങ് കളയണം, അതുപോലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന പരിപാടി നിർത്തണം, നേരത്തെ കിടന്നുറങ്ങണം, സ്ക്രീൻ ടൈം കുറയ്ക്കണം, പിന്നെ എക്സസൈസ് ചെയ്യണം, വെള്ളം കൂടുതൽ കുടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് വേണ്ട കുറച്ച് ടാർഗറ്റ്സ്, ഗോൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചിലവർ ആഗ്രഹിക്കുന്ന ആളിനെ, അവരെ ക്രഷിനെ അട്രാക്റ്റ് ചെയ്യാൻ, അവരുടെ ക്രഷിനെ മാരി ചെയ്യാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ, അതൊക്കെ അവർക്ക് അഫർമേഷൻസ് കൊണ്ട് നടന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ അഫർമേഷൻസ്. സോ നിങ്ങൾക്കും ട്രൈ ചെയ്യാം, എല്ലാവർക്കും ട്രൈ ചെയ്യാം. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഒന്നുകിൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും. അതെന്തായാലും ഈ രണ്ടിലെന്തെങ്കിലും എന്തായാലും ഉണ്ടാവും. സോ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ഞാൻ ചെയ്തത്, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മോസ്റ്റ്ലി ഞാൻ ഈവനിങ് ടൈമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈവനിങ് ടൈമിൽ നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം എന്ന് നമ്മുടെ ബുക്കിലോ നോട്ട് പാഡിലോ എഴുതുക. എന്നിട്ട് അത് നമ്മളിങ്ങനെ അഫേം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു 15 kg വെയിറ്റ് കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈമൊന്നും ഒട്ടും കുറയുന്നില്ല. അപ്പോൾ എൻ്റെ ആകെ ഉള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് മാത്രമാണ്. വേറെ രീതിയിലൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ എക്സസൈസ്, ഡയറ്റ്, പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ട്രിക്സൊക്കെ ഞാൻ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഞാൻ അഫർമേഷൻസ് ഒക്കെ ചെയ്തു. ഐ ആം സ്ലിം, ഐ ആം അറ്റ് മൈ ഐഡിയൽ വെയ്റ്റ്, ഐ ഹാവ് എ പെർഫെക്റ്റ് ബോഡി ഷേപ്പ്. ഇങ്ങനെയുള്ള കുറച്ച് നല്ല അടിപൊളി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചു, വായിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി, ഇങ്ങനെ അഫേം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എന്നല്ല, അതൊക്കെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തരും. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, ഒരു പീസ് ഓഫ് മൈൻഡ് തരും. അങ്ങനെ എനിക്ക് 15 kg എനിക്ക് കുറയ്ക്കാൻ പറ്റിയ. 15 kg എനിക്ക് വേണമെങ്കിൽ ഒരു 6 months കൊണ്ട് കുറയ്ക്കാനായിരുന്നു. പക്ഷേ ഞാൻ 6 months കൊണ്ട് കുറച്ചില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അൺഹെൽത്തി ആയിരുന്നു അത്ര പെട്ടെന്ന് കുറയ്ക്കുന്നത്. സോ ഞാൻ ഒരു 1.5 year എടുത്താണ് ആ ഒരു 15 kg കുറച്ചത്. പക്ഷേ എനിക്ക് 15 kg കുറഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര വൃത്തികേടായിട്ട് പോലെ തോന്നി, ഒരു ഏലിയൻ ലുക്ക് വന്നു. സോ എല്ലാവരും പറഞ്ഞു ഇത്രയും കുറയ്ക്കേണ്ട, കുറച്ചുകൂടെ വേണം. അങ്ങനെ ഞാൻ 15 kg കുറച്ചിട്ട് പിന്നെ 5 kg ഗെയിൻ ചെയ്തു, 5 kg കൂട്ടി. സോ പറഞ്ഞു വന്നത് അഫർമേഷൻസിനെ പറ്റിയിട്ടാണ്.
അഫർമേഷൻസ് ആർ ഓൾവേസ് ബെസ്റ്റ് ഫോർ അവർ മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ പീസ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള അഫർമേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. എല്ലാവരും നമ്മുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ അഫർമേഷൻസ്, നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള അഫർമേഷൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ആ ഡ്രീമിലോട്ടുള്ള നമ്മുടെ ജേർണിയിൽ നമുക്കൊരു ബൂസ്റ്റ് തരുന്ന ഒരു സാധനം മാത്രമാണ് എന്ന് കരുതി ട്രൈ ചെയ്യുക. അല്ലാണ്ട് ഞാൻ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് എനിക്ക് സിവിൽ സർവീസ് കിട്ടും, IAS കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഡെസ്റ്റിനേഷനിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാർ വാങ്ങിക്കാം, അങ്ങനെയൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ബൂസ്റ്റിംഗ് ഫോഴ്സ് എന്ന് മാത്രം കണ്ടാൽ മതി. സോ താങ്ക് യു സോ മച്ച്.